തദ്ദേശത്ത് അംഗം കുറിച്ചു. ഇനി അറിയേണ്ടത് ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച മുതൽ വികസനം വരെയുള്ള ആയുധ ശേഖരമാണ് മുന്നണികളുടെ കളരിയിൽ ഒരുങ്ങുന്നത്. കാലങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മോഡൽ പരീക്ഷയാണ്. തദ്ദേശ മോഡൽ എഴുതിക്കഴിഞ്ഞാൽ പിന്നെ നിയമസഭയിലേക്ക് സ്റ്റഡി ലീവിന്റെ ദൂരം മാത്രം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തുകൾ മായും മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സംസ്ഥാനം കടക്കുമെന്നതിനാൽ പ്രചാരണ ചൂട് ഒട്ടും കുറയാതെ നിലനിർത്തുക എന്ന കടുത്ത സമ്മർദ്ദവും മുന്നണികൾക്ക് മുന്നിലുണ്ട് താനും. ഡിസംബർ പകുതിയോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമെങ്കിലും ഏതാണ്ട് 3 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ പ്രമുഖരെ തന്നെ കളത്തിലിറക്കിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും മുന്നണികളെയും നേരിടുന്നത്. പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം സംസ്ഥാനതല വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചാകും പാർട്ടികൾ വോട്ടർമാരെ നേരിടുക എന്നതും ഉറപ്പായി കഴിഞ്ഞു. ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് നേട്ടം കൊയ്യാനാണ് UDF ശ്രമിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ കടുത്ത പ്രതിസന്ധി, ശബരിമല സ്വർണ്ണക്കൊള്ള, ആശ അംഗനവാടി വർക്കർമാരോടുള്ള അവഗണന എന്നിവ ചൂണ്ടിക്കാണിച്ച മികച്ച മുന്നൊരുക്കമാണ് UDF നടത്തുന്നത്. സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചതോടെ പ്രചാരണ രംഗത്ത് മുൻതൂക്കം ലഭിച്ചു. പാർട്ടി ചിട്ടയായ പ്രതീക്ഷയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രതീതി വോട്ടർമാർക്കിടയിൽ ഉണ്ടായത് നേട്ടമാണ്. ആരോഗ്യരംഗത്ത് കഴിഞ്ഞ കുറെ നാളുകളായി തുടരുന്ന വീഴ്ചകൾ താഴെത്തട്ടിലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണ ആയുധമാക്കാനാണ് UDFന്റെ തീരുമാനം. ആശാ വർക്കർമാർ ഉയർത്തിയ പ്രശ്നങ്ങളോട് സർക്കാർ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും എന്നാണ് വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണ കവർച്ചയും ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി വിശ്വാസി സമൂഹത്തിനിടയിൽ വിഷയം സജീവമായി നിലനിർത്താനുള്ള നീക്കമാണ് UDF ക്യാമ്പിലുള്ളത്. അതേസമയം ഇപ്പുറത്ത് 5 വർഷത്തെ പ്രവർത്തന മികവും തെരഞ്ഞെടുപ്പിനുള്ള തൊട്ടു മുൻപ് പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളും ഉയർത്തിക്കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഒരുങ്ങുന്നത്. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതികൾ, ക്ഷേമ പ്രഖ്യാപനങ്ങൾ എന്നിവയായിരിക്കും LDF ഉയർത്തിക്കാണിക്കുക. തുടർഭരണം കിട്ടിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുന്നത് താഴെത്തട്ടിൽ ഏതു രീതിയിൽ പ്രതിഫലിക്കും എന്നതാണ് ഇടതുമുന്നണികളുടെയും സർക്കാരിന്റെയും മുന്നിലുള്ള കടുത്ത വെല്ലുവിളി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയത്തിന്റെ ചൂട് പിടിച്ചാണ് LDF തുടർഭരണത്തിൽ എത്തിയത്. കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്താൻ കഴിഞ്ഞതോടെ മധ്യ കേരളത്തിൽ നേടാൻ കഴിഞ്ഞ മുന്നേറ്റവും കരുത്തായിട്ടാണ് LDF വിലയിരുത്തൽ. വികസിത കേരളം എന്ന ബദൽ രാഷ്ട്രീയ പരിപാടി ഉയർത്തിക്കാണിച്ച് ഇരു മുന്നണികളെയും കുത്തക തർക്കണമെന്നതാണ് BJPയുടെ നീക്കം. 2ാം ഘട്ടമായ തദ്ദേശ തലത്തിൽ പിടിച്ചുമുറുക്കാനുള്ള ഇന്ത്യ വികസന കേരളം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാണ് BJP മുന്നേറുക. എന്തായാലും 3 മുന്നണികളും ആരവവും ആവേശവും കൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതോടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.